ഈ കഥ ഒരു കാട്ടിൽ നടന്നത്. അവിടെ മിട്ടു എന്നൊരു കിളി ജീവിച്ചുകൊണ്ടിരുന്നു. മിട്ടു ചില നാളുകൾക്ക് മുൻപാണ് ജനിച്ചത്. അതിന്റെ അമ്മയും വളരെ ബലഹീനയായിരുന്നു. മിട്ടു ജനിച്ചതും അതിന്റെ അമ്മ മരിച്ചു. മിട്ടു വളരെ ചെറിയ കുട്ടി. ഇപ്പൊ അതിന് പറക്കാനും അറിയില്ല, സംസാരിക്കാനും അറിയില്ല. അങ്ങനെ നാളുകളും കടന്നുപോയി. മിട്ടു എല്ലാരെയും നോക്കി നോക്കി പറക്കാനും തുടങ്ങി. പക്ഷേ മിട്ടുവിന് ഇനി സംസാരം വന്നില്ല. അതിപ്പോഴും ഊമ തന്നെയായിരുന്നു. മറ്റുള്ളവരെ കണ്ട് മനസ്സിൽ ചിന്തിച്ചു, എനിക്ക് എപ്പോൾ മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ കഴിയും? എനിക്കും സംസാരിക്കാൻ കഴിയുമോ? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുൻമുൻ പറവയും അതിന്റെ കൂടെ വന്ന പറവയും വലിയ പപ്പായ മാമ മരത്തിനടുത്തുള്ള മരത്തിൽ ഇരുന്നു കൊണ്ടിരുന്നു. അവർ മിട്ടുവിനെ കുറിച്ചാണ് സംസാരിച്ചത്. നിനക്കറിയോ മിട്ടു ഒരു ഊമയാണെന്ന്? എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഈ കാര്യം അറിഞ്ഞുള്ളൂ. ആഹാ, നീ പറയുന്നത് സത്യമാണ് മുൻമുൻ. എനിക്ക് ആ കാര്യമേ അറിയില്ല. ഞാൻ വിചാരിച്ച പാവം അതിന് സംസാരം പഠിപ്പിച്ചില്ല, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നെന്ന്. ഇത് കേട്ട് എനിക്ക് വിഷമമാകുന്നു. അവൻ ഊമയോ? അതെ, ഞാനും ഇപ്പോഴറിഞ്ഞത് അവൻ ഊമയാണെന്ന്. അവൻ ജനിച്ചതും അവന്റെ അമ്മ മരിച്ചു പോയില്ലേ, അതുകൊണ്ട് അവന് കിട്ടേണ്ട ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ സഹായിച്ചില്ല? അവന്റെ അമ്മ മരിച്ചുപോയെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അയ്യോ പപ്പായ മാമ, ആർക്കാണ് ഇത്ര സമയമുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനെ അവന് സംസാരിക്കാൻ പഠിപ്പിക്കാൻ കഴിയും? ഞങ്ങൾക്ക് വീട്ടിൽ പണികളില്ലേ? അത് കേട്ടതും ആ പപ്പായ മരമാമന് കരച്ചിൽ വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മിട്ടു അവിടേക്ക് പറന്നു വന്നു. അപ്പോ പപ്പായ മാമ ഇങ്ങനെ പറഞ്ഞു, മീട്ടു, ഞാൻ ആരാണെന്നുള്ള കാര്യം നിനക്കറിയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ നിന്നെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. ഞാനാണ് പപ്പായ അങ്കിൾ. ഇപ്പോൾ നീ എന്റെ വാക്കുകൾ കേട്ടാൽ നീ നിന്റെ ചിറകനക്ക്, അപ്പോൾ എനിക്ക് മനസ്സിലാകും. മിട്ടു അവന്റെ ചിറക് അനക്കി. എനിക്ക് അറിയാം, പാവം, നീ ജനിച്ചപ്പോൾ തന്നെ നിന്റെ അമ്മയും മരിച്ചുപോയി. അതുമാത്രമല്ലാതെ ഈ കാട്ടിൽ നിനക്ക് സുഹൃത്തുക്കളുമില്ല. എന്തുകൊണ്ടെന്നാൽ നീ തനിച്ചാണ്. നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ സുഹൃത്തായിക്കോളാം. അതുമാത്രമല്ലാതെ നിന്നെ ഞാൻ ഭേദപ്പെടുത്താം. മിട്ടു അവന്റെ ചിറകനക്കി. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. എനിക്ക് അറിയാം നീ എന്നോട് എന്താണ് പറയാൻ വരുന്നതെന്ന്. എന്നാൽ നിനക്ക് പറയാൻ പറ്റുന്നില്ല. നിന്റെ കണ്ണിൽ തന്നെ എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. നീ ഒന്നോർത്തും വിഷമിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നീ തനിച്ചാണെന്നുള്ള ചിന്ത നിനക്ക് വരികയേയില്ല. മിട്ടു ആ പപ്പായ മരത്തെ ചുറ്റി ചുറ്റി വന്നു. പപ്പായ മാമനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. നിനക്ക് എന്റെ കൂടെ എന്റെ വീട്ടിൽ തന്നെ താമസിക്കാം. ഞാൻ വേറെ പക്ഷികളെയും എന്റെ മരത്തിൽ വീടുണ്ടാക്കാൻ വിടും. ഇന്നു മുതൽ ഈ വീട് നിന്റെ മാത്രം സ്വന്തമാണ്. അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് എഴുന്നേറ്റത്. അപ്പൊ പപ്പായ മാമ മുൻമുൻ പറവയോട് പറഞ്ഞു, ഒരു നല്ല ഡോക്ടറെ കാണണം, നമുക്ക് മിട്ടുവിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന്. മിട്ടു, വാ, നിനക്ക് വേണ്ടി ഞാനൊരു നല്ല ഡോക്ടറിനെ കണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹം നിന്നെ ഉറപ്പായും ചികിത്സിക്കും. അത് കഴിഞ്ഞ് നിനക്ക് സംസാരിക്കാനും കഴിയും. അത് കഴിഞ്ഞ് മിട്ടു മുൻമുൻ പറവയ്ക്കൊപ്പം ചെന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്ന് മുൻമുൻ പറവ എല്ലാ കാര്യവും പറഞ്ഞു. ഡോക്ടർ, ഇവൻ എന്റെ കൂട്ടുകാരൻ. ഇവൻ ജനിച്ച 5 മാസമായി, പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല. അവന്റെ ശബ്ദം തിരിച്ചു കൊടുത്തേക്കൂ. എന്ത് ചെയ്താലും ശരി, എത്ര ചിലവായാലും ശരി, നിങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കൂ. അവന്റെ ശബ്ദം മാത്രം തിരിച്ചു വരണം. നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട. ഒരു ചെറിയ ചികിത്സ കൊണ്ട് എല്ലാം ശരിയാകും. ഞാൻ ഓപ്പറേഷൻ ചെയ്തേക്കാം. പിന്നെ വായിക്ക് കുറച്ച് എക്സസൈസും കൊടുക്കണം. നിങ്ങൾ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കൂ. എക്സസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ എങ്ങനെ പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്യാം. ആഹാ, ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം. പിന്നെ എക്സസൈസും പറഞ്ഞു തരാം. അത് മാത്രം അങ്ങ് ചെയ്യാൻ പറഞ്ഞാൽ മതി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൂട്ടിക്കൊണ്ടുവരൂ. അന്ന് തന്നെ ഓപ്പറേഷൻ അങ്ങ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ആ പപ്പായ മരത്തിനടുത്ത് വന്നു. ആ പപ്പായ മരം മിട്ടുവിന് കൊടുക്കേണ്ട എല്ലാ മരുന്നും കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം വരെ ഡോക്ടർ എന്ത് പറഞ്ഞോ അതങ്ങനെ തന്നെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് മുൻമുൻ പറവ മിട്ടുവിനെ വീണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ആഹാ, കൊള്ളാമല്ലോ. കൃത്യസമയത്ത് കൃത്യമായ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വെട്ടുതത്തയ്ക്ക് വേഗം തന്നെ ഗുണമാകും. ഹാ ഡോക്ടർ, ഒരു ദിവസം പോലും തെറ്റ് സംഭവിച്ചില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവന് മരുന്ന് കൊടുത്തു. ഡോക്ടർ മിട്ടുവിന് ഓപ്പറേഷൻ ചെയ്തു. മിട്ടുവിന്റെ ശബ്ദം അവന് തിരിച്ചു കിട്ടി. പപ്പായ മാമ
ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. മിട്ടുവിന്റെ സന്തോഷത്തിന് അളവില്ലാതായി. മിട്ടു ആദ്യമായി ഒരു വാക്കാണ് പറഞ്ഞത്. ഓമയ്ക്കാമരം മാമാ, നിങ്ങൾ എന്റെ വളരെ വലിയൊരു സുഹൃത്താണ്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കുകയേയില്ല. താങ്കൾ കാരണമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ നോക്കും വിട്ടു, ഇതിനെല്ലാം കാരണം നിന്റെ പ്രയത്നം മാത്രമാണ്. നീ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. സബാഷ്, നീ നേടിയെടുത്തു. അതെ, എന്നാൽ പപ്പായ മാമ, ഇതിൽ എന്റെ പങ്ക് എത്രത്തോളമുണ്ടോ അതേ അളവിൽ താങ്കളുടെ സഹായവുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ആര് മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ സഹായിക്കാനാണ്? എന്നാൽ താങ്കൾ ഇത് ചെയ്തു. താങ്കൾ സത്യത്തിൽ ഈ കാടിന്റെ ഹീറോയാണ്. പപ്പായ മരം അത് കേട്ട് കരയാൻ തുടങ്ങി. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നാൽ, സൗഹൃദം പണം വെച്ചോ രൂപം വെച്ചോ തീരുമാനിക്കുന്നതല്ല. സൗഹൃദം മനസ്സിൽ നിന്ന് വരണം. പപ്പായ മാമനും മിട്ടുവും ഒരു തവണ പോലും മീറ്റ് ചെയ്തതേയില്ല. പക്ഷേ പപ്പായ മാമന്റെ ഒരു ചെറിയ സ്റ്റെപ്പാണ് മിട്ടുപറവിടെ ജീവിതം അതിന് തിരിച്ചു നൽകിയത്.